Hi friends, welcome to D-Filter Cooking World. ഞാൻ വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഇഞ്ചി പുളിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇഞ്ചി വളരെ ചെറുതായി കനം കുറച്ച് അരിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്ത് പൊടിച്ചെടുത്തിട്ടാണ് ഈ ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ പുതുതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഇഞ്ചി തൊലി കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കാം. നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന ഇഞ്ചി എല്ലാം തന്നെ ഇതുപോലെ തൊലി കളഞ്ഞെടുക്കണം. ഇഞ്ചി നന്നായി കഴുകിയതിന് ശേഷമാണ് ഈ തൊലി കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിയെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. കത്തി കൊണ്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും ഒരു സ്ലൈസർ ഉണ്ടെങ്കിൽ സ്ലൈസർ വെച്ച് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ചെറുതായി തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും. ഇതേപോലെ അപ്പം നമ്മുടെ ഇഞ്ചിയെല്ലാം നല്ലതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 250 ഗ്രാം ഇഞ്ചിയുണ്ട്. ഇത് ഏകദേശം 1/4 കിലോ. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇഞ്ചി വറുത്തെടുക്കാനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി പൊടിച്ചെടുക്കണം. മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് പൊടിച്ചിട്ട് വരാം. പിന്നെ ഇതിനു വേണ്ടി 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കുറഞ്ഞിട്ടുള്ള പച്ചമുളകാണിത്. അതുകൊണ്ടാണ് 6 എണ്ണം വരെ എടുത്തിട്ടുള്ളത്. എരിവ് കൂടുതലുള്ള പച്ചമുളകാണെങ്കിൽ 3 എണ്ണം വരെ എടുത്താൽ മതി. ഇനി ഇത് ചെറുതായി കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെക്കേണ്ടതുണ്ട്. അതിനായിട്ട് ചൂടുവെള്ളത്തിലാണ് ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. വലിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്ക് ഈ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണയാണ് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നന്നായിട്ട് മൂത്ത് വരട്ടെ, അതുവരെ വഴറ്റി കൊടുക്കാം. പച്ചമുളക് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അതിനുശേഷം വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഇളക്കി കൊടുക്കാം.
ഇതിൽ ചേർത്തിരിക്കുന്ന മുളകിൻ്റെ ഒരു കുത്തൽ മാറി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ തിളച്ച് വരട്ടെ. അപ്പോൾ ഇഞ്ചി പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആയിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. ഇഞ്ചി പൊടിച്ചത് ചേർത്തതിന് ശേഷം നമ്മുടെ ഇഞ്ചിക്കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇഞ്ചിക്കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിക്കറിയിലേക്ക് കടുക് താളിച്ചിടേണ്ടതുണ്ട്. അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം വറ്റൽമുളക് ചേർക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യ ഓണം സ്പെഷ്യലായിട്ടുള്ള ഇഞ്ചിപ്പുളി തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓണം സ്പെഷ്യലായിട്ടുള്ള ഇഞ്ചിപ്പുളി വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ.